നമസ്കാരം. എല്ലാവർക്കും ടൂസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കേട്ടറ്റ് എക്സാം ഇങ്ങ് അടുത്തെത്താറായി. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് കൃത്യമായിട്ടുള്ള റിവിഷനാണ്. കൃത്യമായിട്ടൊരു റിവിഷൻ നടത്തിയാൽ മാത്രമേ ഇത്തവണത്തെ കേട്ടറ്റ് നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ കഴിയുള്ളൂ. നിങ്ങൾക്കറിയാം, നമ്മുടെ HSCയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ HSCക്ക് മുന്നേ ഉള്ള അവസാനത്തെ ഒരു കേട്ടറ്റാണ് ഇപ്പം നിങ്ങൾ എഴുതാൻ പോകുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ അതിൻ്റേതായിട്ടുള്ളൊരു സീരിയസ്നെസ്സോട് കൂടി പഠിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു കേട്ടറ്റിൻ്റെ ലാസ്റ്റ് മിനിറ്റിലെ റിവിഷനിൽ നമുക്ക് കുറച്ച് ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങൾ, ആവർത്തിച്ച് വരുന്ന ഭാഗങ്ങൾ, ഇതിൻ്റെ ഒരു റിവിഷൻ എന്ന രീതിയിലാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ എക്സാമിലും ആവർത്തിച്ച് വരുന്ന കുറച്ച് ഏരിയാസ് നമ്മുടെ കേട്ടറ്റ് മലയാളവുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ട്. അപ്പോൾ ആ ഒരു വിഷയങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ഭാഗങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് അക്ഷരങ്ങൾ എന്ന് പറയുന്ന ഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നമുക്കറിയാം, അക്ഷരങ്ങൾ എന്ന് പറയുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് അക്ഷരങ്ങൾ ഏതൊക്കെയാണ്, അതിൻ്റെ വിഭജനം എന്തൊക്കെയാണ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ചോദ്യം നോക്കാം. താഴെ പറയുന്ന കൂട്ടത്തിൽ ദ്രാവിഡ മധ്യമങ്ങൾ വരാത്ത കൂട്ടം ഏതാണ്? ഓക്കെ, താഴെ പറയുന്ന കൂട്ടത്തിൽ ദ്രാവിഡ മധ്യമങ്ങൾ വരാത്ത കൂട്ടം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. നോക്കൂ, ഓപ്ഷൻ എ ക ഹ അ റ, ഓപ്ഷൻ ബി ച ഴ ശ ഇ, ഓപ്ഷൻ സി ഡ ല ഉ സ, ഓപ്ഷൻ ഡി ഷ ത ള എ. ഓക്കെ, ഇതാണ് നമ്മുടെ ഓപ്ഷൻ. അപ്പം എന്താണ് ദ്രാവിഡ മധ്യമങ്ങൾ എന്ന് നമ്മൾ അറിയണം. എങ്കിൽ മാത്രമാണ് ഈ ചോദ്യത്തിന് നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, പൊതുവെ അപ്പം അക്ഷരങ്ങളെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ പൊതുവെ നമുക്കറിയാം, രണ്ട് തരം അക്ഷരങ്ങളുണ്ട്, സ്വരങ്ങളെന്നും വ്യഞ്ജനങ്ങളെന്നും. ഇങ്ങനെ രണ്ട് തരം അക്ഷരങ്ങളുണ്ട് എന്ന് നമുക്കൊരു സാമാന്യ ധാരണയാണ്. വ്യഞ്ജനങ്ങളും സ്വരങ്ങളും. സ്വരം എന്ന് പറഞ്ഞാൽ അ ആ ഇ ഈ എന്നുള്ളത് അം വരെയുള്ളത്. വ്യഞ്ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ക മുതൽ മ വരെയുള്ളത്. ഓക്കെ, ക ഖ ഗ ഘ ങ ച ഛ ജ ജ എന്ന് നമ്മൾ പഠിക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ, അതാണ് വ്യഞ്ജനാക്ഷരങ്ങൾ. ഇനി ഈ വ്യഞ്ജനാക്ഷരങ്ങൾ കഴിഞ്ഞ് മ കഴിഞ്ഞിട്ട് നമുക്ക് എന്തുണ്ട്, അക്ഷരങ്ങളുണ്ട്. യ ര ല വ ഴ റ ള തുടങ്ങിയിട്ടുള്ള ഹ വരെയുള്ള അക്ഷരങ്ങൾ വീണ്ടും ഉണ്ട്. അപ്പം ഇതിനൊക്കെ ഓരോ വിഭജനങ്ങളുണ്ട്. ഓക്കെ, അപ്പം അതിൽ സ്വരം വ്യഞ്ജനം കഴിഞ്ഞിട്ടുള്ള വിഭജനങ്ങൾ ഞാൻ പറയാം. വ്യഞ്ജനം നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പം കവർഗം, ചവർഗം, ടവർഗം, തവർഗം, പവർഗം. ഓക്കെ, അപ്പം ക ഖ ഗ ഘ ങ ച ഛ ജ ജ ഞ ട ഠ ഡ ഢ ണ ത ധ ദ ധ ന പ ഭ ബ ഭ മ. ഇത്രയാണ് വ്യഞ്ജനങ്ങളായിട്ട് വരുന്നത്. നമുക്ക് സാമാന്യ ധാരണയുള്ളതാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വരുന്ന ള ഴ റ. ഓക്കെ, ള ഴ റ, യ ര ല വ. ഓക്കെ, യ ര ല വ. ഈ അക്ഷരങ്ങൾ അറിയപ്പെടുന്നത് മധ്യമങ്ങൾ എന്നാണ്. നിങ്ങൾക്ക് അറിയാത്തതുണ്ടെങ്കിൽ എഴുതി വെക്കുക കേട്ടോ. യ ര ല വ എന്നറിയപ്പെടുന്ന അക്ഷരങ്ങൾ മധ്യമങ്ങളാണ്. ഓക്കെ, യ ര ല വ മധ്യമങ്ങൾ. ഇനി നമുക്കറിയാം ഷ ഷ സ, ഷ ഷ സ. ഈ മൂന്ന് അക്ഷരങ്ങൾ ഊഷ്മാക്കൾ എന്നാണ് അറിയപ്പെടുന്നത്. ഊഷ്മാക്കൾ, ഊഷ്മാക്കൾ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പം യ ര ല വ എന്നുള്ളത് മധ്യമങ്ങൾ, ഷ ഷ സ എന്നുള്ളത് ഊഷ്മാക്കൾ, ഷ ഷ സ ഊഷ്മാക്കൾ, ഹ എന്നുള്ളത് ഘോഷി, ഘോഷി. ഓക്കെ, ഘോഷി. ഹ എന്നുള്ളത് ഘോഷി. അത് കഴിഞ്ഞിട്ട് ള ഴ റ, ഇതാണ് ദ്രാവിഡ മധ്യമങ്ങൾ. ഓക്കെ, ഇതാണ് ദ്രാവിഡ മധ്യമങ്ങൾ. ള ഴ റ എന്നതാണ് ദ്രാവിഡ മധ്യമങ്ങൾ. അപ്പോൾ ഇനി നോക്കൂ, ദ്രാവിഡ മധ്യമങ്ങൾ വരാത്ത കൂട്ടം ഏതാണ് എന്നുള്ളതാണ്. അപ്പോൾ ള ഴ റ എന്നിവയാണ് ദ്രാവിഡ മധ്യമങ്ങൾ എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ള ഴ റ എന്നീ അക്ഷരങ്ങൾ വരാത്ത കൂട്ടം ഏതാണ് എന്ന് നമുക്ക് നോക്കിയാൽ മതി, നമുക്ക് ആൻസർ കിട്ടും.
ഓക്കെ. ആദ്യത്തേൽ റ എന്നുള്ള അക്ഷരം, ദ്രാവിഡ മധ്യമായിട്ടുള്ള റ എന്നുള്ള അക്ഷരമുണ്ട്. അപ്പൊ അത് ഓപ്ഷൻ തെറ്റാണ്. ഇനി രണ്ടാമത്തേല് ഴ എന്നുള്ള ദ്രാവിഡ മധ്യമാക്ഷരം ഉണ്ട്. അപ്പൊ അതും തെറ്റാണ്. മൂന്നാമത്തേല് ള ഴ റായില് ഏത് അക്ഷരവും ഇല്ല. അപ്പൊ ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നാലാമത്തേലാണെങ്കിൽ ള എന്നുള്ള അക്ഷരം, ദ്രാവിഡ മധ്യമത്തിൽ പെടുന്നതാണ്. അത് ഈ നാലാമത്തെ ഓപ്ഷനിൽ കാണാനുണ്ട്. അപ്പൊ അത് തെറ്റാണ്. ഈ ഭാഗം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ട്ടോ. അപ്പൊ അക്ഷരങ്ങൾ നിങ്ങൾ ചെറിയ ഒരു ഭാഗമാണ്, നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. എന്നാൽ അത് സിമ്പിൾ ആണ് എന്ന് വിചാരിച്ച് നമ്മളത് സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ. നല്ല രീതിയിൽ തന്നെ ഈ ഒരു ഭാഗം പഠിക്കുക. ആവർത്തിച്ച് വരുന്നതാണ് കേട്ടോ. ഇതിൽ നമുക്ക് ആവർത്തിച്ച് ചോദിക്കുന്നത് അനുനാസികാക്ഷരം ഏത്, അതുപോലെ ഘോഷി ഏത്, അല്ലെങ്കിൽ ഘോഷം ഏത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾ. അങ്ങനെ നേരിട്ടുള്ള ചോദ്യങ്ങളാണ് നമുക്ക് ഈ അക്ഷരം എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗത്ത് നിന്നും കാണുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ട്ടോ. അടുത്തത് സന്ധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു ചോദ്യമാണ് വരുന്നത്. ഈ ചോദ്യം നമുക്ക് ഒരു പുതിയ ചോദ്യമാണ്. പുതിയ ചോദ്യം എന്ന് വെച്ചാൽ സന്ധിയിൽ നിന്ന് നമുക്ക് സ്ഥിരമായിട്ട് വരുന്ന ഭാഗമാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഇതുവരെ വന്നിട്ടില്ല. ഇതൊരു പുതിയ രീതിയാണ്. നമ്മുടെ സാധാരണഗതിയിൽ സെറ്റിന് നെറ്റിനൊക്കെയാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കണ്ടിട്ടുള്ളത്. ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം. എരിതി എന്നിടത്ത് ത ഇരട്ടിക്കാത്തത് എന്തുകൊണ്ട് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ത വ്യഞ്ജനമായതുകൊണ്ട്, ഓപ്ഷൻ ബി എരി എന്നത് ക്രിയാധാതു ആയതുകൊണ്ട്, ഓപ്ഷൻ സി എരി എന്നതിലെ ഈ താലവ്യ സ്വരമായതുകൊണ്ട്, ഓപ്ഷൻ ഡി വിശേഷണവും വിശേഷ്യവും അല്ലാത്തതുകൊണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം. ഇരട്ടിക്കുക എന്ന് പറഞ്ഞാൽ സന്ധിയിൽ ഏത് സന്ധിയാണ്? ദ്വിത്വസന്ധിയാണ്. അപ്പൊ ഇരട്ടിപ്പ് വരുന്നത് ദ്വിത്വസന്ധിയാണ്. അപ്പൊ നമ്മൾ താമര അധികം കുളം, താമര അധികം കുളം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെ ചേർത്തെഴുതുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് താമരക്കുളം എന്നുള്ളതാണ്. താമരക്കുളം. അപ്പൊ ഇവിടെ കകാരം എന്ത് ചെയ്തിട്ടുണ്ട്? ഇരട്ടിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ളതാണ് നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ പഠിക്കുന്ന ദ്വിത്വസന്ധിയിലെ ഉദാഹരണങ്ങൾ. ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങളാണ് പഠിക്കുന്നത്. പക്ഷെ അതിലെ ഒരു എക്സെപ്ഷൻ ആണ് ഇപ്പൊ നമുക്ക് ചോദിച്ചിട്ടുള്ള എരിതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ. ഇത് നമുക്ക് നമ്മുടെ വ്യാകരണത്തിന്റെ ആധികാരിക ഗ്രന്ഥമായിട്ടുള്ള കേരളപാണിനി പറയുന്ന ഉദാഹരണം തന്നെയാണ് കേട്ടോ. അപ്പോൾ സാധാരണഗതിയിൽ നമുക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാത്തത് കൊണ്ട് ഇത്തരം ഭാഗങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കാതെ പോകുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ ദ്വിത്വസന്ധിയിൽ തന്നെ ചില എക്സെപ്ഷൻ കേസുകളുണ്ട്. അതായത് രണ്ട് വാക്കുകൾ തമ്മിൽ കൂടുന്ന സമയത്ത് ചില വാക്കുകൾ എന്ത് ചെയ്യില്ല? ഇരട്ടിക്കില്ല. അങ്ങനെ ഇരട്ടിക്കില്ലെങ്കിലും അവ ഏത് സന്ധിയിൽ തന്നെയാണ് വിടുന്നത്? ദ്വിത്വസന്ധിയിൽ തന്നെയാണ് വിടുന്നത്. ഓക്കെ. അതിലൊരു ഉദാഹരണമാണ് എരിതി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ അതിൽ പ്രധാനമായിട്ടും രണ്ട് സന്ദർഭങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്? ഈ വാക്കുകൾ കൂടിച്ചേരുന്ന സമയത്ത് ഇരട്ടിക്കാത്തത്. ഓക്കെ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ രണ്ട് സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യില്ല? വാക്കുകൾ അല്ലെങ്കിൽ പദങ്ങൾ കൂടിച്ചേരുന്ന സമയത്ത്, സന്ധിക്കുന്ന സമയത്ത് എന്ത് ചെയ്യില്ല? ഉത്തരപദത്തിലെ ആദ്യ വർണ്ണം എന്ത് ചെയ്യില്ല? ഇരട്ടിക്കില്ല. ക്ലിയർ. അപ്പോൾ ഇവിടെ പറയുന്നത് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഒരു ക്രിയ കേവല ധാതു ആയാല് കേവലധാതുവായിട്ട് പൂർവശബ്ദം കേവലധാതുവായിട്ട് വരുന്ന സമയത്ത് ഇരട്ടിപ്പ് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ. ക്ലിയർ ആയി വിചാരിക്കുന്നു. അതായത് കേവലധാതു പൂർവശബ്ദമായിട്ട് വരുമ്പോൾ ഇരട്ടിപ്പ് സംഭവിക്കില്ല. കേവലധാതു പറഞ്ഞാൽ ക്രിയയുടെ മൂലരൂപം. ഒരു ക്രിയയുടെ മൂലരൂപം എന്താണ്? അത് കേവലധാതുവാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കില്ല? ഇരട്ടിപ്പ് സംഭവിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ കേവലധാതു എന്ന് പറഞ്ഞാൽ ക്രിയയുടെ മൂലരൂപമാണ്. ക്രിയയുടെ മൂലരൂപം. അതായത് ഇപ്പൊ നമ്മൾ ചെറുത് എന്ന് പറയുന്നതിന് ചെറു എന്നുള്ളതാണ് അതിൻ്റെ മൂലരൂപം. അതേപോലെ ഇപ്പൊ പിടിക്കുക എന്നുള്ളതിൻ്റെ പിടി എന്നുള്ളതാണ് എന്താണ്? മൂലരൂപമായിട്ട് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ക്രിയയുടെ മൂലരൂപങ്ങൾ കേവലധാതു ആയിട്ട് അല്ലെങ്കിൽ കേവലധാതു പൂർവശബ്ദമായി വരുന്ന സമയത്ത് എന്ത് സംഭവിക്കില്ല? ഇരട്ടിപ്പ് സംഭവിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ എരി എന്നുള്ളത് എന്താണ്? ക്രിയാധാതുവാണ്. ക്രിയാധാതു. ഓക്കെ. ക്രിയാധാതു പറഞ്ഞാൽ എന്താണ്? ക്രിയയുടെ മൂലരൂപമാണ്.
എരിക്കുക എന്ന് പറയില്ല നമ്മൾ, എരിക്കുക പറഞ്ഞാൽ കത്തിക്കുക. എരിക്കുക എന്നുള്ളതിൻ്റെ മൂലരൂപമാണെന്ത്? എരി എന്നുള്ളത്. അപ്പം ഈ എരി എന്നുള്ളത് എന്താണ്? കേവല ധാതുവാണ്, അല്ലെങ്കിൽ ക്രിയാധാതുവാണ്. അപ്പൊ ക്രിയാധാതു ആയതുകൊണ്ടാണ്, ക്രിയാധാതു പൂർവശബ്ദമായി വരുന്നത് കൊണ്ടാണ് ഇവിടെ തീ എന്നുള്ളതിന് എന്ത് ചെയ്യാത്തത്? ഇതിലെ തകാരത്തിന് ഇരട്ടിപ്പ് സംഭവിക്കാത്തത്. ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. ഇനി രണ്ടാമത്തേതെന്ന് പറഞ്ഞത് അലുപ്ത സമാസം വരുന്ന സമയത്താണ്. പൂർവപദത്തിലെ ലിംഗവചന പ്രത്യയങ്ങൾക്ക് ലോപമില്ലാത്ത സമാസമാണ് അലുപ്ത സമാസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പൂർവപദത്തിലെ ലിംഗവചന പ്രത്യയങ്ങൾക്ക് ലോപമില്ലാത്ത സമാസമാണ് അലുപ്ത സമാസം. അപ്പൊ അലുപ്ത സമാസം വരുമ്പോഴും എന്ത് ചെയ്യില്ല? പദങ്ങൾ തമ്മിൽ സന്ധിക്കുന്ന സമയത്ത് ഇരട്ടിപ്പ് സംഭവിക്കില്ല. ഉദാഹരണം പറയാം. അണ്ടർ കോൻ എന്ന് പറയുന്നത്, അണ്ടർ പ്ലസ് കോൻ, അണ്ടർ കോൻ എന്ന് തന്നെ ചേർത്ത് എഴുതുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ അർ എന്ന് പറയുന്നത് വചന പ്രത്യയമാണ്. ഓക്കെ, വചന പ്രത്യയം, ബഹുവചന പ്രത്യയമാണ് അർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നില്ല? ഈ വാക്കുകൾ തമ്മിൽ അണ്ടർ പ്ലസ് കോൻ അല്ലെങ്കിൽ അണ്ടർ അധികം കോൻ എന്ന് പറയുന്ന സമയത്ത് അർ എന്നുള്ളത് എന്ത് ചെയ്യുന്നില്ല? ഈ വചനപ്രത്യയം ലോപിക്കുന്നില്ല. അപ്പം അതെന്താണ്? അലുപ്ത സമാസമാണ്. അങ്ങനെ അലുപ്ത സമാസമായതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്യാത്തത്? ഇരട്ടിപ്പ് സംഭവിക്കാത്തത്. ക്ലിയർ. ഇനി ഇതേ ഇതിൽ തന്നെ അലുപ്ത സമാസത്തിൽ തന്നെ വരുന്ന മറ്റൊന്നാണ് മലമകൾ ചരണം. മലമകൾ പ്ലസ് ചരണം, മലമകൾ ചരണം, മലമകൾ ചരണം, മലമകൾ ചരണം എന്ന് പറയുന്നത്. ഇവിടെ മലമകൾ എന്നതിലെ അൾ എന്നുള്ളത് എന്ത് പ്രത്യയമാണ്? സ്ത്രീലിംഗ പ്രത്യയമാണ്. സ്ത്രീലിംഗ പ്രത്യയമാണ്. ഓക്കെ, സ്ത്രീലിംഗ പ്രത്യയമായിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ അൾ എന്ന് പറയുന്നതും ഇവിടെ പദങ്ങൾ തമ്മിൽ സന്ധിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നില്ല? ലോപിക്കുന്നില്ല. അപ്പോൾ അതും എന്ത് തന്നെയാണ്? അലുപ്ത സമാസമാണ്. ക്ലിയർ. അപ്പോൾ ഈ രണ്ട് സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യില്ല? ഇരട്ടിപ്പ് സംഭവിക്കില്ല. ദ്വിത്വസന്ധിയിൽ ഇരട്ടിപ്പ് സംഭവിക്കില്ല. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഉദാഹരണങ്ങൾ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്ക് ആൻസർ ചെയ്യാം. അടുത്തതൊരു വൊക്കാബുലറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്. നമുക്ക് പ്രീവിയസ് ആയിട്ട് ചോദിക്കുന്ന ഈ ഭാഗത്തു നിന്നും പല രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതായത് ഇത് ബന്ധങ്ങളാണ്, ബന്ധങ്ങൾ. ഇപ്പം നമുക്കറിയാം നമ്മുടെ ബന്ധങ്ങൾ, നമുക്ക് അച്ഛൻ, അമ്മാവൻ, അമ്മായി എന്നൊക്കെ ഉള്ളതിന് നമ്മൾ ആ രീതിയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഈ നമ്മൾ പറയുന്ന ഈ ബന്ധങ്ങൾക്ക് ഇപ്പം നമ്മൾ അമ്മായി അച്ഛൻ, അമ്മായി അമ്മ, മരുമകൾ, മകൾ എന്നൊക്കെ പറയുന്നതിന് നമ്മൾ ഈ രീതിയിൽ ഉച്ചരിക്കുന്ന അല്ലെങ്കിൽ ഈ രീതിയിൽ സംബോധന ചെയ്യുന്ന വാക്കുകൾക്ക് മലയാളത്തിൽ മറ്റു പേരുകളുണ്ട്. ഓക്കെ, ആ പേരുകളാണ് നമ്മൾ ഇനി പഠിക്കുന്നത്, അതായത് ബന്ധങ്ങൾ. ക്ലിയർ. അതിൽ ദൗഹിത്രൻ എന്ന പദത്തിൻ്റെ അർത്ഥം, ഓക്കെ, ഇത് ഒറ്റപ്പദം എന്നുള്ള രീതിയിലാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഉദാഹരണമല്ല, ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. മകളുടെ മകൻ, മകൻ്റെ മകൻ, മകൻ, മകളുടെ ഭർത്താവ്. ആരാണ് ദൗഹിത്രൻ എന്നാണ് ചോദിക്കുന്നത്. ദൗഹിത്രൻ ഓപ്ഷനായിട്ട് വരുന്നത് മകളുടെ മകനാണ്. മകളുടെ മകൻ ദൗഹിത്രൻ, മകളുടെ മകൻ ദൗഹിത്രൻ. അതായത് ദുഹിതാവിൻ്റെ പുത്രനാണ് ആര്? ദുഹിതാവ് എന്ന് പറഞ്ഞാൽ മകൾ എന്നാണ് അർത്ഥം. ദുഹിതാവ് എന്നാൽ മകൾ എന്നാണ് അർത്ഥം. ദുഹിതാവ് മകൾ എന്നാണ് അർത്ഥം. അപ്പൊ ദുഹിതാവിൻ്റെ പുത്രൻ ദൗഹിത്രൻ എന്ന രീതിയിലാണ് വരുന്നത്. ദുഹിതാവിൻ്റെ പുത്രൻ ദൗഹിത്രൻ, അതാണ് ആര്? മകളുടെ മകൻ എന്ന് പറയുന്നത്. അപ്പൊ ദുഹിതാവ് എന്ന് പറഞ്ഞാൽ ആരാണ്? മകൾ എന്നുള്ളതിൻ്റെ മറ്റൊരു മലയാളം പേരാണ് ദുഹിതാവ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി മകളുടെ ഭർത്താവ്, ഇതിൽ തന്നിട്ടുള്ള മകളുടെ ഭർത്താവ് എന്നതിൻ്റെ ഒറ്റപ്പദം ചോദിക്കുകയാണെങ്കിൽ ജാമാതാവ്. ഓക്കെ, ജാമാതാവ്. മകളുടെ
ഭർത്താവ് എന്നതിൻ്റെ ഒറ്റപ്പദം ചോദിക്കുകയാണെങ്കിൽ ജാമാതാവ്, ജാമാതാവ്. ഓക്കെ. ഇനി മകൻ്റെ മകൻ, മകൻ്റെ മകൻ എന്നതിന് മലയാളത്തിൽ പറയുന്നത് പൗത്രൻ എന്നാണ്. പൗത്രൻ, പൗത്രൻ. മകൻ്റെ മകൻ പൗത്രൻ. അപ്പം മകൻ്റെ മകൾ പൗത്രി, മകൻ്റെ മകൾ പൗത്രി. ഓക്കെ. മകൻ്റെ മകൾ പൗത്രി, മകൻ്റെ മകൾ പൗത്രി, മകൻ്റെ മകൾ പൗത്രി. ഓക്കെ. ഇനി മകൻ്റെ ഭാര്യ ആണെങ്കിലോ, മകൻ്റെ ഭാര്യ, മകൻ്റെ ഭാര്യ നമ്മൾ മരുമകൾ എന്നാണ് പറയുന്നത്. മരുമകൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ, മരുമകൾ മലയാളം തന്നെയാണ്. ശരിക്കും മലയാളത്തിൽ പറയുകയാണെങ്കിൽ സ്നുഷ, സ്നുഷ. നമ്മൾ എക്സാമിന് വേണ്ടി പഠിക്കുന്ന സമയത്ത് നമ്മൾ സ്നുഷ എന്ന് പഠിക്കണം, സ്നുഷ. അപ്പം മരുമകൾ സ്നുഷ, മരുമകൾ സ്നുഷ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ദൗഹിത്രൻ എന്ന് പറഞ്ഞാൽ മകളുടെ മകനാണ്. അപ്പം മകളുടെ മകളാണെങ്കിൽ ആരാണ്? ദൗഹിത്രി, ദൗഹിത്രി. മകളുടെ മകളാണെങ്കിൽ ദൗഹിത്രി ട്ടോ. മകളുടെ മകളാണെങ്കിൽ ദൗഹിത്രി, മകളുടെ മകളാണെങ്കിൽ ദൗഹിത്രി. മകൻ്റെ മകളാണെങ്കിൽ പൗത്രി, മകൻ്റെ മകനാണെങ്കിൽ പൗത്രൻ, മകൻ്റെ ഭാര്യയാണെങ്കിൽ സ്നുഷ, മകളുടെ ഭർത്താവാണെങ്കിൽ ജാമാതാവ്, മകളുടെ ഭർത്താവ് ജാമാതാവ്. ഇനി സഹോദരിയുടെ പുത്രി, സഹോദരിയുടെ പുത്രി, സഹോദരിയുടെ പുത്രി. ഇതൊക്കെ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാനിത് ഇറേസ് ചെയ്യാണ്. അപ്പോൾ സഹോദരിയുടെ പുത്രി, സഹോദരിയുടെ പുത്രിയാണ് പറയുന്നത്. സഹോദരിയുടെ പുത്രി, സഹോദരിയുടെ പുത്രി ഭാഗിനേയി, ഭാഗിനേയി. സഹോദരിയുടെ പുത്രി ഭാഗിനേയി. അപ്പോൾ സഹോദരിയുടെ പുത്രൻ എന്താണ്? ഭാഗിനേയൻ. സഹോദരിയുടെ പുത്രൻ ചോദിച്ചാൽ, പുത്രൻ ചോദിച്ചു കഴിഞ്ഞാൽ ഭാഗിനേയൻ, ഭാഗിനേയൻ. ഓക്കെ. സഹോദരിയുടെ പുത്രി ഭാഗിനേയി, സഹോദരിയുടെ പുത്രൻ ഭാഗിനേയൻ. ഇനി നമ്മൾ സഹോദരിയുടെ ഭർത്താവാണെങ്കിൽ, സഹോദരിയുടെ ഭർത്താവ്, സഹോദരിയുടെ ഭർത്താവാണെങ്കിൽ സ്യാലൻ. അതായത് നമ്മൾ അളിയൻ എന്ന് വിളിക്കില്ലേ, ഈ അളിയൻ്റെ മറ്റൊരു പേരാണ് സ്യാലൻ, സ്യാലൻ. അളിയൻ്റെ മറ്റൊരു പേരാണ് സ്യാലൻ. ഇനി നമ്മൾ അമ്മായി അച്ഛൻ അല്ലെങ്കിൽ അമ്മായി അച്ഛൻ, ഭർത്താവിൻ്റെ അച്ഛൻ്റെ പേര് അല്ലെങ്കിൽ ഭാര്യയുടെ അച്ഛൻ്റെ പേര് രണ്ടും അമ്മായി അച്ഛൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന് പറയുന്ന പേരാണ് ശ്വശ്വരൻ, ശ്വശ്വരൻ, ശ്വശ്വരൻ. അപ്പം അമ്മായി അച്ഛൻ എന്നുള്ളതിൻ്റെ മലയാളം പേരാണ് ശ്വശ്വരൻ, ശ്വശ്വരൻ. ഇനി അമ്മയുടെ അച്ഛൻ മാതാമഹൻ, അച്ഛൻ്റെ അച്ഛൻ പിതാമഹൻ. ഓക്കെ. അപ്പം ഇത്രയും ബന്ധങ്ങൾ നമ്മൾ പഠിച്ചു വയ്ക്കുക കേട്ടോ. നിങ്ങൾ നിത്യജീവിതത്തിൽ ഇങ്ങനെ ഉപയോഗിച്ച് നോക്കുക. ഓക്കെ. അപ്പം സഹോദരിയൊക്കെ ഉള്ള ആളാണെങ്കിൽ സഹോദരിയുടെ ഭർത്താവ് സ്യാലൻ, അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക. സഹോദരിക്ക് ആൺകുട്ടി ഉണ്ടെങ്കിൽ, പുത്രൻ ഉണ്ടെങ്കിൽ അതിനെ ഭാഗിനേയൻ എന്ന് വിളിക്കുക. പുത്രിയാണെങ്കിൽ ഭാഗിനേയി എന്ന് വിളിക്കുക. ഓക്കെ. അപ്പം അങ്ങനെ നമ്മൾ നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെടുത്തി പഠിക്കുന്ന സമയത്ത് നമുക്കിത് പെട്ടെന്ന് ഓർത്ത് വെക്കാൻ കഴിയും. ക്ലിയർ? ഇനി അടുത്ത ചോദ്യവും സന്ധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് തന്നെയാണ്. വീണ്ടും വീണ്ടും ഇതേ ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങൾ പറയാൻ കാരണം ഇത് ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങളായതുകൊണ്ടാണ്. നമുക്ക് ഷുവറായിട്ട് ഈ ഭാഗത്തുനിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് പറയുന്നത് കേട്ടോ. താഴെ കൊടുത്തിട്ടുള്ളതിൽ വ്യത്യസ്തമായ സന്ധികാര്യമുള്ള പദമേത്? സന്ധിയിൽ നമുക്ക് ഇങ്ങനെ ആയിരിക്കും കൂടുതലും ചോദിക്കുന്നത്. ഒരു ഉദാഹരണം തന്നിട്ട് അത് ഏത് സന്ധിയാണെന്ന് കൃത്യമായിട്ട് ചോദിക്കും. അതല്ലെങ്കിൽ ഇതുപോലെ ഒറ്റപ്പെട്ടത് ഏതാണ് എന്നുള്ള രീതിയിലും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ എല്ലാ സന്ധികളെക്കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടായാൽ മാത്രമാണ് ഇത്തരം ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയുള്ളൂ. നോക്കാം. വ്യത്യസ്തമായിട്ടുള്ള സന്ധികാര്യമുള്ള പദമേതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ മഴക്കാലം, ഓപ്ഷൻ ബി പിൽക്കാലം, ഓപ്ഷൻ സി വാഴക്കുല, ഓപ്ഷൻ ഡി വള്ളിക്കെട്ട്.
ഓക്കെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ പൊതുവായിട്ടുള്ള ഒരു സവിശേഷതയായിട്ട് നമുക്ക് പെട്ടെന്ന് നോക്കുന്ന സമയത്ത് തോന്നുന്നത് ഇതിലെല്ലാം ക എന്നുള്ള അക്ഷരം ആവർത്തിച്ച് വരുന്നുണ്ട്, ഇരട്ടിപ്പ് ഉള്ള ക വരുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ. എന്നാൽ അങ്ങനെ മാത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടില്ല, തെറ്റിപ്പോവും. ഓക്കെ. അപ്പോൾ ഓരോന്നും പിരിച്ചെഴുതി നോക്കുക എങ്ങനെയാണ് വരുന്നത് എന്ന്. അപ്പം മഴക്കാലം പിരിച്ചെഴുതുമ്പോൾ മഴ പ്ലസ് കാലമാണ് വരുന്നത്. പിൽക്കാലം പിരിച്ചെഴുതുന്ന സമയത്ത് പിൻ പ്ലസ് കാലമാണ് വരുന്നത്. ഓക്കെ. ഇനി വാഴക്കുല പിരിച്ചെഴുതുന്ന സമയത്ത് വാഴ പ്ലസ് കുലയാണ് വരുന്നത്. വള്ളിക്കെട്ട് പിരിച്ചെഴുതുന്ന സമയത്ത് വള്ളി പ്ലസ് കെട്ട് എന്നാണ് വരുന്നത്. നോക്കൂ, ഇതിൽ മഴക്കാലം എന്ന് പറയുമ്പം മഴയിലെ മഴ അതേപോലെ തന്നെ നമുക്ക് ഇവിടെയും കാണാം അല്ലേ. കാലത്തിലെ കാക്കാണ് ഇവിടെ ഇരട്ടിപ്പ് സംഭവിക്കുന്നത്. ഇനി പിൽക്കാലം പിരിച്ചെഴുതുന്ന സമയത്ത് നമുക്ക് പിൻ എന്നാണ് കിട്ടുന്നത്. അപ്പോൾ അവിടെ എന്തുണ്ട്, മാറ്റം സംഭവിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അവിടെ മാറ്റം സംഭവിക്കുന്നുണ്ട്, അതവിടെ വെക്കാം. വാഴക്കുലയിൽ നമുക്ക് അതേപോലെ കാണാം, വാഴ എന്നുള്ള ഭാഗം അതേപോലെ തന്നെയുണ്ട്. ഈ കുല എന്നുള്ളതാണ് ഇരട്ടിപ്പ് സംഭവിക്കുന്നത്. വള്ളിക്കെട്ടും അതുപോലെ തന്നെ, വള്ളി എന്നുള്ളത് അതുപോലെ തന്നെ ഇവിടെയുണ്ട്. കെട്ട് എന്നുള്ള ക എന്നുള്ള അക്ഷരത്തിനാണ് ഇരട്ടിപ്പ് സംഭവിക്കുന്നത്. ക്ലിയർ ആയല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ പിരിച്ചെഴുതുന്ന സമയത്ത് വ്യത്യാസം വരുന്നത് ഏതാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷനായിട്ട് വരുന്ന ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. ക്ലിയർ. അപ്പോൾ ബാക്കിയുള്ളവയെല്ലാം എന്താണ്, ദ്വിത്വസന്ധിയിലാണ് വരുന്നത്. പിൽക്കാലം എന്നുള്ളത് ആദേശസന്ധിയാണ്. ഓക്കെ. പിൽക്കാലം എന്നുള്ളത് ആദേശസന്ധിയിലാണ് വരിക. അപ്പം എന്താണ് ആദേശസന്ധി എന്ന് നിങ്ങൾക്കറിയായിരിക്കും. രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുന്ന സമയത്ത് ഒരു വർണ്ണം പൂർണ്ണമായിട്ടും പോയിട്ട് മറ്റൊരു വർണ്ണം കടന്നു വരുന്നതിനെയാണ് നമ്മൾ ആദേശസന്ധി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ പിൻ പ്ലസ് കാലം ആണ് പിൽക്കാലം എന്ന് പറഞ്ഞത്. പിൽക്കാലം എന്ന് പറഞ്ഞത് ഇവിടെ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ കൂടിച്ചേരാണ്. അതായത് ഇൻ എന്നുള്ളതും ക എന്നുള്ളതും ഈ ഭാഗങ്ങളാണ് കൂടിച്ചേരുന്നത്. ഇങ്ങനെ കൂടിച്ചേരുന്ന സമയത്ത് ഇതിൽ ഒരു വർണ്ണം പോകുന്നു, പോയിട്ട് മറ്റൊരു വർണ്ണം കടന്നു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പോകുന്ന വർണ്ണം ഏതാണ്, ഇൻ എന്നുള്ള ഈ വർണ്ണം പോയിട്ട് ഏത് വർണ്ണം വരുന്നു, ഇൽ എന്നുള്ള വർണ്ണം കടന്നു വരുന്നു. ഓക്കെ. അങ്ങനെയുള്ള ഒരു വർണ്ണം പൂർണ്ണമായും പോയി മറ്റൊരു വർണ്ണം കടന്നു വരുന്നതിനെയാണ് നമ്മൾ ആദേശസന്ധി എന്ന് പറയുന്നത്. ഈ ദ്വിത്വസന്ധി നിങ്ങൾക്കറിയാം. ദ്വിത്വസന്ധി എന്ന് പറയുന്നത് രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ കൂടിച്ചേരുന്ന സമയത്ത് ഒരു വർണ്ണം ഇരട്ടിക്കുന്നതിനെയാണ് ദ്വിത്വസന്ധി എന്ന് പറയുന്നത്. ഓക്കെ. ആഗമസന്ധി നമ്മൾ നേരത്തെ പറഞ്ഞു. പിന്നെ പറയാനുള്ളത് ലോപസന്ധിയാണ്. ലോപസന്ധി പറഞ്ഞാൽ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ കൂടിച്ചേരുന്ന സമയത്ത് ഒരു വർണ്ണം ഇല്ലാതായി പോകുന്നത്. ഇപ്പൊ തണുപ്പ് പ്ലസ് ഉണ്ട് എന്ന് നമ്മൾ എഴുതാണ്. കൂട്ടിച്ചേർത്ത് എഴുതുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് തണുപ്പുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ പോകുന്നത് എന്താണ്, ഇതിൽ ത ഇവിടെയുണ്ട്, നു എന്നുള്ളത് ഇതിലുണ്ട്, പ എന്നുള്ളത് ഇവിടെയുണ്ട്, ഉ എന്നുള്ളതിന്റെ ഈ ശബ്ദമാണ് നമുക്ക് ഇവിടെ ഈ കുനിപ്പായിട്ട് വരുന്നത്, അത് അവിടെയുണ്ട്. ഉണ്ട് എന്നുള്ളതും അവിടെയുണ്ട്. ഇതിലില്ലാത്ത ഏതാണ്, ഈ ചന്ദ്രകല, ഈ സമൃദ്ധോകാരം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഭാഗമാണ് നമുക്കിതിൽ ഇല്ലാതായിട്ട് കാണുന്നത്. ഓക്കെ. അപ്പം അങ്ങനെ ഇല്ലാതായി പോകുന്നതിനെയാണ് എന്ത് പറയുന്നത്, ലോപസന്ധി എന്ന് പറയുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി താഴെ തന്നിരിക്കുന്നവയിൽ നിയോജക പ്രകാരത്തിന് ഉദാഹരണമായത് ഏതാണ്? അപ്പോൾ പ്രകാരങ്ങൾ നമുക്ക് ചോദിക്കുന്നത് തന്നെയാണ് കേട്ടോ. ഇങ്ങനെ പൂർണ്ണമായിട്ടും ചോദിച്ചിട്ടില്ലെങ്കിലും ഈ ഒരു ഭാഗം, ഇങ്ങനെയുള്ള ഈ ഒരു ഭാഗം നമുക്ക് നമ്മുടെ ഓപ്ഷൻ ആയിട്ട് വരും. ക്ലിയർ. അപ്പോൾ നമുക്ക് നോക്കാം. നിയോജക പ്രകാരത്തിന് ഉദാഹരണം: നളിനിക്ക് പഠിക്കാം, നളിനി പഠിക്കട്ടെ, നളിനി പഠിക്കണം, നളിനി പഠിക്കും. ഇതിലേതാണ് നിയോജക പ്രകാരം? പ്രകാരം എന്ന് പറഞ്ഞാൽ എന്താണ്, രീതി അല്ലെങ്കിൽ മട്ട് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ. അപ്പം നിയോജക പ്രകാരത്തിന് എങ്ങനെയാണ് ഈ പ്രകാരങ്ങൾ കണ്ടെത്തുക എന്നുള്ളത് ആദ്യം നമുക്കറിയണം. പ്രകാരങ്ങൾ പ്രധാനമായും നിർദ്ദേശകം, നിയോജകം, വിധായകം, അനുജ്ഞായകം എന്നിങ്ങനെയാണുള്ളത്. ഓക്കെ. പ്രധാനമായിട്ടും 4 തരത്തിലുള്ള പ്രകാരങ്ങളാണുള്ളത്. ഇതിൽ നിർദ്ദേശകത്തിന് എന്തില്ല, പ്രത്യയങ്ങളൊന്നും തന്നെയില്ല. സാധാരണ രീതിയിൽ നമ്മൾ പറയുന്ന സെൻറ്റൻസുകൾ തന്നെയാണ് നിർദ്ദേശകം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ. ഈ നിയോജകത്തിൻ്റെ പ്രകാരമാണ് അട്ടെ. നിയോജകത്തിൻ്റെ പ്രകാരമാണ്
നിയോജകത്തിന്റെ പ്രകാരമാണ് അട്ടെ എന്ന് പറയുന്നത്. അട്ടെ. ഇനി വിധായകത്തിന്റെ പ്രകാരം വരുന്നത് അണം. ഇനി അനുജ്ഞായകത്തിന്റെ പ്രത്യയം വരുന്നത് ആം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഓരോ പ്രകാരങ്ങളും അതിന്റെ പ്രത്യയങ്ങളും പഠിച്ചു വെച്ചാൽ തന്നെ നമുക്ക് ഇതിന്റെ ആൻസർ ചെയ്യാൻ കഴിയും. നിയോജകം അട്ടെ, വിധായകം അണം, അനുജ്ഞായകം ആം. അപ്പം അട്ടെ വരുന്ന ഉദാഹരണം ഏതാണെന്ന് നോക്കിയാൽ മതി. അപ്പം നളിനി പഠിക്കട്ടെ, അപ്പൊ അതിൽ അട്ടെ എന്ന് വരുന്നത്. അപ്പൊ അതിന്റെ ഉത്തരമായിട്ട് വരുന്നത് ഇതാണ്. ഇനി നളിനിക്ക് പഠിക്കാം എന്ന് പറഞ്ഞത് ആം വരുന്നത് ഏതാണ്? അനുജ്ഞായകമാണ്. അപ്പൊ ഇത് അനുജ്ഞായക പ്രകാരമാണ് വരുന്നത്. പിന്നെ നളിനി പഠിക്കണം, അണം വരുന്നത് ഏതാണ്? വിധായകമാണ്. അപ്പൊ ഇത് വിധായക പ്രകാരമാണ്. നളിനി പഠിക്കും എന്ന് പറഞ്ഞാൽ അത് നിർദ്ദേശകമാണ്. അതിൽ പ്രത്യേകം ഒന്നുമില്ല, പ്രത്യയമൊന്നുമില്ല, നിർദ്ദേശകം. ക്ലിയർ? ഇങ്ങനെയാണ് നമ്മൾ പ്രകാരം പഠിക്കേണ്ടത്. ഇനി സമാസമാണ്. സമാസവും നമുക്ക് സന്ധി പോലെ പ്രധാനമായിട്ടുള്ള ഒരു ഏരിയയാണ് സമാസം എന്ന് പറയുന്നത്. വ്യത്യസ്ത രീതിയിലുള്ള സമാസങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം അത് നമുക്ക് ഉദാഹരണങ്ങളായിരിക്കും തരിക. ഉദാഹരണം തന്നിട്ട് ഏത് സമാസമാണ് എന്നുള്ളതാണ് ചോദിക്കുക. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ സന്ധി കണ്ടതുപോലെ വ്യത്യസ്തമായത് ഏതാണ് എന്നുള്ള രീതിയിലും ചോദിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ബഹുവ്രീഹി സമാസത്തിന് ഉദാഹരണം ഏത് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ബഹുവ്രീഹി സമാസം എന്ന് പറഞ്ഞാൽ എന്താ? വിഭക്തിക്കുറി കൂടാതെയുള്ള പദയോഗം സമാസമാമെന്നാണ് കേരള പാണിനി പറയുന്നത്. വിഭക്തി ഉപയോഗിക്കാതെ പദങ്ങൾ കൂടിച്ചേരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? സമാസം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് തലവേദന. തലവേദന എന്നുള്ളത് എന്താണ്? തലയിലെ വേദനയാണ്. തലയിലെ വേദന എന്നുള്ളതിനെയാണ് തലവേദന എന്ന് നമ്മൾ ചുരുക്കി ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ ഇല്ലാതായി പോകുന്ന എന്താണ്? ഇലെ എന്നുള്ള ഈ ഭാഗം ഒഴിവാക്കിയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? തലവേദന എന്നായിട്ട് പറയുന്നത്. അപ്പൊ ഇവിടെ ലേ എന്നുള്ള ഈ ഒരു പ്രത്യയം, എ എന്നുള്ള ഈ ഒരു പ്രതിഗ്രാഹികയുടെ പ്രത്യയമായിട്ടുള്ള എ എന്നുള്ള പ്രത്യയം ഒഴിവാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിനെ ചുരുക്കി ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളതിനെയാണ് സമാസം എന്ന് പറയുന്നത്. ക്ലിയർ? ഇതില് ബഹുവ്രീഹി സമാസം എന്ന് പറഞ്ഞാല് എന്താണ്? ഇതിലുള്ള നമുക്ക് തരുന്ന വാക്കിന് നേരിട്ടുള്ള അർത്ഥമല്ലാതെ മറ്റൊരർത്ഥം ലഭിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഈ ബഹുവ്രീഹി സമാസം എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ പറയാണ് താമരക്കണ്ണൻ. താമരക്കണ്ണൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് ആരെയാണ്? കൃഷ്ണനെയാണ് അല്ലെ? അപ്പൊ താമരക്കണ്ണൻ പറഞ്ഞാൽ താമരയുടെ ഇതൾ പോലെ കണ്ണുള്ളവൻ ആരോ അവൻ. അപ്പൊ അതിന്റെ നേരിട്ടുള്ള അർത്ഥത്തിനല്ല, നേരിട്ടുള്ള അർത്ഥത്തിന് പുറമേ ഉള്ള ഒരു അർത്ഥത്തിനാണ് ഇതിന് പ്രാധാന്യം ലഭിക്കുന്നത്. അങ്ങനെയുള്ളതിനെയാണ് ബഹുവ്രീഹി സമാസം എന്ന് പറയുന്നത്. ഓപ്ഷൻസ് നോക്കാം. പോറ്റമ്മ, പങ്കജാക്ഷി, കൊന്നത്തെങ്ങ്, പ്രഭാതസൂര്യൻ. അപ്പൊ ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത് പങ്കജാക്ഷിയാണ്. പങ്കജാക്ഷി. പങ്കജം പോലെ അക്ഷി ഉള്ളവൾ ആരോ അവൾ. ഓക്കെ, പങ്കജം പറഞ്ഞാൽ താമര പോലെ അക്ഷിയുള്ള, അക്ഷി പറഞ്ഞാൽ കണ്ണുള്ളവൾ ആരോ അവൾ. ഓക്കെ, ഇനി പോറ്റമ്മ, പോറ്റുന്ന അമ്മ നിർദ്ദേശിക തൽപുരുഷനാണ്. കൊന്നത്തെങ്ങ്, കൊന്നയായ തെങ്ങ്. ആയ വരുന്നത് ഏതാണ്? കർമ്മധാരായ സമാസമാണ്. കർമ്മധാരായ സമാസം. ഓക്കെ, ഇനി പ്രഭാത സൂര്യൻ, പ്രഭാതത്തിലെ സൂര്യൻ. അപ്പൊ ലേ വരുമ്പോൾ പ്രതിഗ്രാഹിക തൽപുരുഷനാണ്. തൽപുരുഷ സമാസമാണ് വരുന്നത്. തൽപുരുഷ സമാസം. ഓക്കെ, ക്ലിയർ? അടുത്തത് ചേർത്തെഴുത്ത് പിരിച്ചെഴുത്ത് എന്നുള്ള ഭാഗമാണ്. സന്ധികാര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യം തന്നെയാണ് കേട്ടോ. താഴെ തന്നിരിക്കുന്നവയിൽ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിക്കുന്നതിന് ഉദാഹരണം. അത് ഏത് സന്ധിയാണെന്ന് നമ്മൾ പറഞ്ഞു? ദ്വിത്വ സന്ധിയാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, സത് പ്ലസ് ജനം സജ്ജനം, ചക്ക പ്ലസ് പഴം ചക്കപ്പഴം, പൊൻ പ്ലസ് കുടം പൊൽക്കുടം, വിൺ പ്ലസ് സ്ഥലം വിണ്ടലം. ഓക്കെ, നമ്മുടെ ഉത്തരത്തിലേക്ക് നോക്കുമ്പോൾ ഇതിലെ എല്ലാ അക്ഷരങ്ങളും ഇരട്ടിച്ച അക്ഷരങ്ങളായിട്ട് നമുക്ക് കാണുന്നുണ്ട്. പക്ഷേ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ബി ആണ്. ക്ലിയർ? സത് പ്ലസ് ജനം സജ്ജനം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിലെ സന്ധിയാണ്. ഓക്കെ, സംസ്കൃതത്തിലെ സന്ധിയാണ്, നമുക്ക് പഠിക്കാനില്ല.
നമ്മുടെ സിലബസിൽ സംസ്കൃത സന്ധികളൊന്നും കൊടുത്തിട്ടില്ല, മലയാളം സന്ധി മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, അതുകൊണ്ട് അത് ഞാൻ കൃത്യമായിട്ട് പറയുന്നില്ല. ചക്കപ്പഴം, ചക്കപ്പഴം, ചക്ക പ്ലസ് പഴം, അവിടെ ഇരട്ടിപ്പ് സംഭവിക്കുന്നത് പ എന്നുള്ള അക്ഷരത്തിനാണ്. ഇനി പൊൻ പ്ലസ് കുടം, പുൽക്കുടം. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിൻ പ്ലസ് കാലം പിൽക്കാലം എന്നാവുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഓർത്ത് വെക്കുക, ഇങ്ങനെ പിരിച്ചെഴുതുന്ന സമയത്ത് പിൻ പ്ലസ് കാലം പിൽക്കാലം എന്ന് നമ്മൾ എഴുതി. ഇവിടെ ഇൻ ആണ് വരുന്നതെങ്കിൽ, അതായത് പ്ലസിൻ്റെ ഇതിൽ അല്ലെങ്കിൽ അധികം എന്നുള്ള ആ ഭാഗത്ത് ഇന്നാണ് വരുന്നത്, ഉത്തരത്തിൽ എപ്പോഴും എന്തായിരിക്കും വരിക? ഇൽ എന്നുള്ള അക്ഷരമായിരിക്കും വരിക. ക്ലിയർ? ഇനി നെൻ, നെൻ പ്ലസ് മണി എന്ന് പറയാണ്. അപ്പം നമുക്ക് ഉത്തരത്തിൽ നെൽമണി എന്ന് വരും, നെൽമണി എന്ന് വരും. ക്ലിയർ? അപ്പം ഇൻ വരുമ്പോൾ എപ്പോഴും ഉത്തരത്തിൽ ഇൽ ആയിരിക്കും. ഇനി ഇൽ ആണ് വരുന്നത് എങ്കിൽ ഉത്തരത്തിൽ എന്തായിരിക്കും വരിക? ഇൻ എന്നായിരിക്കും. നോക്കാം, നെന്, നെല് പ്ലസ് മണി എന്ന് വരികയാണ്. അപ്പം നമുക്ക് ഉത്തരത്തിൽ കിട്ടുക നെന്മണി എന്നാണ്. നെന്മണി, നെന്മണി എന്നാണ് കിട്ടുക. ക്ലിയർ? അപ്പം ഇൻ വരുമ്പോൾ ഇല്ലും, ഇല്ല് വരുമ്പോൾ ഇന്നും ആയിരിക്കും വരിക. ക്ലിയർ? അതേത് സന്ധിയാണ്? ആദേശസന്ധിയാണ്. വിൺ പ്ലസ് തലം, വിണ്ടലം, അതും ആദേശസന്ധിയിലാണ് വരുന്നത്. ക്ലിയർ? അടുത്തത് ക്രിയയാണ്. പ്രയോജ്യ ക്രിയയ്ക്ക് ഉദാഹരണമല്ലാത്ത പദം ഏതാണ്? അപ്പോൾ ക്രിയ എന്ന് പറഞ്ഞാൽ പ്രവൃത്തി, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് ക്രിയ എന്ന് പറയുന്നത്. അപ്പം ക്രിയയെ തന്നെ പല രീതിയിൽ വിഭജിക്കുന്നുണ്ട്. അതിൽ ക്രിയയുടെ പ്രകൃതി പ്രമാണിച്ചുള്ള വിഭജനമാണ് കേവലം, പ്രയോജകം. കേവലം, പ്രയോജകം എന്നുള്ളത്. അപ്പം ഇതിൽ കേവലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഒരു ക്രിയ ചെയ്യുന്നത് എങ്കിൽ അതിനെയാണ് കേവലം എന്ന് പറയുന്നത്. ഇനി പരപ്രേരണയോടുകൂടി, അല്ലെങ്കിൽ മറ്റൊരാളുടെ നിർബന്ധത്തിലാണ് നമ്മൾ ഒരു കാര്യം ചെയ്യുന്നത്, ഒരു പ്രവൃത്തി ചെയ്യുന്നത് എങ്കിൽ അതിനെയാണ് പ്രയോജക ക്രിയ എന്ന് പറയുന്നത്. ഇവിടെ തന്നിട്ടുള്ള ഓപ്ഷൻ നോക്കൂ: ഉറക്കുന്നു, പഠിപ്പിക്കുന്നു, കളിക്കുന്നു, മലർത്തുന്നു. ഓക്കെ, ഉറക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ വേറൊരാളുണ്ട് അല്ലെ, എന്നെ അമ്മ ഉറക്കുന്നു എന്ന് പറയാം. അപ്പോൾ ഉറക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ മറ്റൊരാളുടെ സാന്നിധ്യം നമുക്ക് കാണാനുണ്ട്. അപ്പോൾ അതെന്താണ്? പ്രയോജക ക്രിയയാണ്. പ്രയോജക ക്രിയ അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഇനി പഠിപ്പിക്കുന്നു, അവിടെയും മറ്റൊരാളുടെ സാന്നിധ്യം നമുക്കുണ്ട്. അപ്പോൾ അതെന്തല്ല? പ്രയോജക ക്രിയയല്ല. ഇനി കളിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ സ്വന്തം ഇഷ്ടപ്രകാരമാണ് കളിക്കുന്നത്, അവിടെ മറ്റൊരാളുടെ സാന്നിധ്യം നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഉത്തരമായിട്ട് വരുന്നത് കളിക്കുന്നു എന്നുള്ളതാണ്. ഇനി മലർത്തുന്നു എന്ന് പറയുമ്പോഴും അവിടെ മറ്റൊരാളുടെ സാന്നിധ്യം നമുക്ക് കാണുന്നുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെയുള്ളതിനെയാണ് പ്രയോജക ക്രിയ എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും നമ്മുടെ എക്സാമിൽ ആവർത്തിച്ച് വരുന്ന ഭാഗങ്ങളാണിത്. ഇതിൽ സന്ധിയുമായി ബന്ധപ്പെട്ട് ഞാൻ 2-3 ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പ്രസൻറ്റ് ചെയ്യാൻ കാരണം നമുക്ക് ആ ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ സന്ധി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം കുറച്ച് ഈസി ആയിക്കോട്ടെ, 1-2 ചോദ്യങ്ങൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ആ ഒരു ടോപ്പിക്ക് മനസ്സിലേക്ക് അങ്ങോട്ട് പതിഞ്ഞു പോയിക്കോളും. ക്ലിയർ? പിന്നെ മാത്രമല്ല ആ ഭാഗത്ത് നിന്നാണ് വ്യത്യസ്ത രീതിയിൽ ചോദ്യങ്ങൾ കൂടുതലായിട്ടും ചോദിച്ച് കണ്ടിട്ടുള്ളത്. നോക്കൂ, നമ്മൾ ചെയ്തിട്ടുള്ള 3 ചോദ്യങ്ങളും സന്ധിയിൽ നിന്ന് വന്നതാണെങ്കിലും വ്യത്യസ്ത രീതിയിലാണ് അത് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സന്ധിയും സമാസവും പ്രകാരം, അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ലാസ്റ്റ് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഭാഗം ക്രിയ എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. അതുപോലെ ചിഹ്നങ്ങൾ നമ്മളിതിൽ ഡിസ്കസ് ചെയ്തിട്ടില്ല. ചിഹ്നങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് വ്യാകരണവുമായി ബന്ധപ്പെട്ട്. വൊക്കാബുലറിയിൽ നമുക്ക് അങ്ങനെ ഇന്നത് വരും എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം നമുക്ക് പറയാൻ പറ്റുന്നത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ബന്ധങ്ങൾ, അതുപോലെ ഇനിയിപ്പോൾ ആഗ്രഹങ്ങളുണ്ട്. ആഗ്രഹം, അതായത് ഇപ്പോൾ കുടിക്കാനുള്ള ആഗ്രഹം, പിപാസ, പഠിക്കാനുള്ള ആഗ്രഹം, പിപഠിഷ, ഇനി കാണാനുള്ള ആഗ്രഹം, ദിദൃക്ഷ, അറിയാനുള്ള ആഗ്രഹം, ജിജ്ഞാസ. അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒറ്റപ്പദം എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗത്ത് നിന്ന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വൊക്കാബുലറിയിൽ നമുക്ക് അങ്ങനെയൊക്കെ പറഞ്ഞു തരാൻ കഴിയുള്ളൂ. കൃത്യമായിട്ട് ഇത് തന്നെ വരും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല.
ക്ലിയർ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ തവണത്തെ എക്സാം നിങ്ങൾക്ക് എല്ലാവർക്കും ക്വാളിഫൈ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും മറ്റുള്ള ദിവസമായിട്ട് കാണാം. താങ്ക് യു.